ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പൊ ഞാൻ എന്റെ കൂടും കുടിക്കാൻ പാട്ടേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് സെറം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മോയ്സ്ചറൈസറും. സത്യം പറയാലോ, ഇതൊരു പ്രൊമോഷൻ ഒന്നും അല്ല, അതുകൊണ്ട് ഞാൻ പ്രൊഡക്റ്റിന്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു സെറോ മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിനു ശേഷം എന്റെ സ്കിന്നിന് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മഴയത്ത് സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ മഴയായാലും വെയിലായാലും സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണോ. എന്നിട്ട് ഒരു തിളക്കത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബ് ക്രീമും ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം കുറച്ച് പൗഡറും കുത്തി ലിപ് ബാം ഒരു പൊട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക് ഇടുന്ന കാര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അതും ഇട്ട് ലാസ്റ്റ് കുറച്ച് സെറ്റിംഗ് സ്പ്രേ കൂടെ അടിച്ചപ്പോഴത്തേക്ക് സംഭവം ഏകദേശം സെറ്റ്. അപ്പൊ ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് ഇതാ ഈ ഒരു സാരിയാണ്. ഇതെനിക്ക് ബ്ലൂം കളക്ഷൻസ് ബൈ ദർശൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചു തന്നെയാണ്. സംഭവം ഒരു ട്രഡീഷണൽ വൈബ് തരുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. കാണുമ്പോൾ ഒരു ഗഡാഗഡിയൻ ഫീൽ തോന്നുമെങ്കിലും അങ്ങനല്ല. സംഭവം നല്ല ലൈറ്റ് വെയിറ്റും ആണ്, സോഫ്റ്റും ആണ്, ഉടുക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഏട്ടനെ പിടിച്ചവിടെ കുത്തിയിരുത്തി പ്ലേറ്റ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് കുറച്ച് മുല്ലപ്പൂവും വെച്ച് ഒരു കുഞ്ഞി കമ്മലും ഇട്ട് കുറച്ച് കുപ്പികളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എന്റെ ഓവറോൾ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.